നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഏവിയേഷൻ, അതായത് വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ്. ഉത്തർപ്രദേശിലെ ജവാറിൽ നിർമ്മാണം പുരോഗമിക്കുന്ന നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട്. അതെ, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിന്റെ വലിപ്പം ഒന്ന് സങ്കല്പിക്കാനായിട്ട് നമുക്ക് പരിചിതമായ ചില ഉദാഹരണങ്ങൾ തന്നെ നോക്കാം. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ ബാലി എയർപോർട്ട്, അത് ഏകദേശം 730 ഏക്കറിലാണ് പരന്നു കിടക്കുന്നത്. ഇതേ വലിപ്പമുള്ള 2 എയർപോർട്ടുകൾ ചേർത്താൽ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വലിപ്പമാകും. ഇനി കൊച്ചി പോലത്തെ 4 എയർപോർട്ടുകൾ ചേർത്ത് കഴിഞ്ഞാലോ അത് ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിന്റെ ഏകദേശം തുല്യമായിട്ട് വരും. ഇത്തരം 7 എയർപോർട്ടുകൾ ചേർത്ത് കഴിഞ്ഞാൽ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വലിപ്പമൊക്കെ ആവും. എന്നാൽ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള 10 എയർപോർട്ടുകൾ, അതെ 10 എയർപോർട്ടുകൾ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിപ്പമുണ്ടാവും? അത്രയും ഭീമമാണ് നോയിഡയിൽ വരാൻ പോകുന്ന ജവാൻ എയർപോർട്ട്. ഏകദേശം 7200 ഏക്കറിലധികം വിസ്തൃതിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറും. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഡൽഹിയിൽ ഇതിനകം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് എന്നൊക്കെ പറയാവുന്ന ഒന്നായിട്ടുള്ള IGI ഉള്ളപ്പോൾ തൊട്ടടുത്ത് ഇത്രയും വലിയ മറ്റൊരു എയർപോർട്ടിന്റെ ആവശ്യം എന്താണ്? ഇതിന് പിന്നിൽ കൃത്യമായ സാമ്പത്തികവും രാഷ്ട്രീയവും അതുപോലെ തന്ത്രപരമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം. ഇത്രയും വലിയൊരു നിക്ഷേപം നടത്തുന്നത് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഒന്ന്, ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വളർച്ചയാണ്. ഒരു എയർപോർട്ട് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ GDPയെ സ്വാധീനിക്കുന്നത് എന്നതിന് മികച്ച ഉദാഹരണമാണ് ഡൽഹി എയർപോർട്ട്. കാരണം 2010 ഡൽഹി എയർപോർട്ടിന്റെ ടെർമിനൽ 3 തുറന്നപ്പോൾ അത് ഇന്ത്യയുടെ മൊത്തം GDPയിൽ 5% സംഭാവന നൽകാൻ തുടങ്ങിയിരുന്നു. ജവാർ എയർപോർട്ട് ഡൽഹി എയർപോർട്ടിനേക്കാൾ 1.5 മടങ്ങ് വലുതാണ്. അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇതുണ്ടാക്കാൻ പോകുന്ന മാറ്റം എത്രത്തോളം വലുതാണെന്ന്. ഡൽഹി എയർപോർട്ടിലെ തിരക്ക് എത്രയാണെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെയും ഏറ്റവും പ്രായോഗികമായ ഒരു കാര്യമാണ്. കാരണം ഡൽഹി എയർപോർട്ടിൽ വാർഷിക കപ്പാസിറ്റി ഏകദേശം 10.9 കോടി യാത്രക്കാരാണ്. എന്നാൽ ഡൽഹി NCR മേഖലയിലെ ജനസംഖ്യയും യാത്രക്കാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി എയർപോർട്ടിന് ഇനി വികസിക്കാനൊന്നും സ്ഥലമില്ല. എന്നാൽ ജവാർ പൂർത്തിയായി കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ കപ്പാസിറ്റി 12 കോടിയിലധികം വരും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിൽ ഒന്നായി മാറും. ഈ എയർപോർട്ട് വെറുതെ ഒരു സ്ഥലത്ത് പണിയുന്നതല്ല. ഇതിന്റെ ലൊക്കേഷൻ വളരെ തന്ത്രപരമാണ്. യമുന എക്സ്പ്രസ് വേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ടൂറിസത്തിന്റെ ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഈ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരാൾക്ക് ആഗ്ര, മധുര, വൃന്ദാവനം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കും. താജ്മഹൽ കാണാൻ വരുന്ന വിദേശ സഞ്ചാരികൾക്ക് ഇനി ഡൽഹിയിൽ തിരക്കിൽപ്പെട്ട് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നേരിട്ട് ആഗ്രയിലേക്ക് പോകാം. ഇൻഡസ്ട്രിയൽ ഹബ്ബുകളെ കുറിച്ച് നോക്കിയാൽ ഇതിന് ചുറ്റും UPയിലെ പ്രധാന വ്യവസായ നഗരങ്ങളുണ്ട്. അലിഗഡ്, ഇന്ത്യയിലെ 75% പൂട്ടുകൾ നിർമ്മിക്കുന്നത് ഇവിടെയാണ്. ഫിറോസ്ബാദ് ഗ്ലാസ് വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആഗ്ര തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. പാദരക്ഷകൾ കൊണ്ട് പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. മൊറാദാബാദ് നോക്കിയാൽ കരകൗശല വസ്തുക്കൾ കൊണ്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഈ നഗരങ്ങളിലെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ഒരു പ്രധാന ഹബ്ബായിട്ട് ജവാർ മാറും എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെയാണ് എറോട്രോപോളിസ് എന്ന കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ദുബായ് ഒക്കെ പോലെ തന്നെ എയർപോർട്ടിന് ചുറ്റും ഒരു നഗരം തന്നെ വളർത്തി വരുന്ന ഒരു രീതിയാണിത്. ഹോട്ടലുകൾ, ഓഫീസുകൾ, ലോജിസ്റ്റിക് പാർക്കുകൾ എന്നിവയെല്ലാം എയർപോർട്ടിനോട് ചേർന്ന് അങ്ങനെ വരികയാണ്. ഉത്തർപ്രദേശ് ഒരു ലാൻഡ് ലോക്ക്ഡ് സംസ്ഥാനമാണ്. അതിന്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതായത് കടൽ തീരങ്ങളോ തുറമുഖങ്ങളോ ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. നമ്മൾ അതിനെക്കുറിച്ച് 2 വീഡിയോകൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ മൊറാദാബാദിലെ ഒരു വ്യാപാരിക്ക് തന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ കയറ്റുമതി ചെയ്യണമെങ്കിൽ അത് ഗുജറാത്തിലെയോ മഹാരാഷ്ട്രയിലെയോ തുറമുഖങ്ങളിൽ എത്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിന് 3 മുതൽ 5 ദിവസം വരെ അധികം എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ചെലവ് ഒരുപാട് വർദ്ധിക്കാനായിട്ട് കാരണമാവും. എന്നാൽ ജവാർ എയർപോർട്ട് വരുന്നതോടെ ഇതാകെ മാറും. എയർ കാർഗോ എന്നത് വളരെ എളുപ്പമായ കാര്യമാവും. സാധനങ്ങൾ നേരിട്ട് വിമാനമാർഗം 24 മണിക്കൂറിനുള്ളിൽ തന്നെ യൂറോപ്പിലോ അമേരിക്കയിലോ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഫാസ്റ്റ് ഫാഷൻ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇത് വലിയ തരത്തിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ കൂടി നമ്മൾ ഇവിടെ നോക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് പദ്ധതിയായ ഇതിലേക്ക് ജവാറിൽ നിന്ന് നേരിട്ടൊരു കണക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫ്രൈറ്റ് കോറിഡോർ വരുന്നുണ്ട്. അതായത് ചരക്ക് നീക്കത്തിന് മാത്രമുള്ള ഒരു റെയിൽവേ ലൈനാണിത്. ജവാറിൽ നിന്നുള്ള ചരക്കുകൾ ട്രെയിൻ മാർഗം ഇന്ത്യയുടെ ഏത് തുറമുഖത്തേക്കും അതിവേഗം നമുക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നെതർലാൻഡ്സിലെ റോട്ടർഡാം പോലെ റോഡ്, റെയിൽ, എയർ അങ്ങനെ എല്ലാ മാർഗവും സംഗമിക്കുന്ന ഒരു വമ്പൻ കാർഗോ ഹബ്ബായിട്ട് ജവാർ മാറും. എയർപോർട്ട് മാത്രമല്ല അവിടെ വരുന്നത്, ഒരു ഫിലിം സിറ്റി കൂടി വരുന്നുണ്ട്. അതായത് നോയിഡയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി വരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബോളിവുഡ് മുംബൈയിലാണ് കേന്ദ്രീകരിച്ചിരുന്നത് എങ്കിൽ അതിനൊരു ബദലായിട്ട് നോയിഡ മാറും. എയർപോർട്ടിൽ ഇറങ്ങി നേരെ ഷൂട്ടിങ്ങിന് പോകാവുന്ന സൗകര്യങ്ങളൊക്കെ സിനിമാക്കാർക്ക് വലിയ രീതിയിൽ ആകർഷണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി മെയിൻ്റെനൻസ്, റിപ്പയർ, ഓവറോൾ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്നാണ്. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഒരു കേന്ദ്രം അവിടെയുണ്ട്. നിലവിൽ ഇന്ത്യൻ വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വിദേശ രാജ്യങ്ങൾക്കാണ് അല്ലെങ്കിൽ ആ രാജ്യങ്ങളെയൊക്കെയാണ് ആശ്രയിച്ചിരുന്നത്. ജവാറിൽ MRO വരുന്നതോടുകൂടി വിദേശ നാണ്യം ലഭിക്കാനും ഒപ്പം ആയിരക്കണക്കിന് എഞ്ചിനീയറിംഗ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നമുക്കിതിലൂടെ സാധിക്കും. ഫിൻടെക് പാർക്കുകളും ഇലക്ട്രോണിക്സ് പാർക്കുകളും അവിടെ വരാൻ പോവുകയാണ്. സാംസങ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിനോടകം തന്നെ നോയിഡയിൽ ശക്തമാണ്. എയർപോർട്ട് വരുന്നതോടുകൂടി കൂടുതൽ കമ്പനികൾക്ക് ഇങ്ങോട്ട് എത്താൻ സാധിക്കും. ഈ എയർപോർട്ടിന്റെ ചരിത്രം അത്ര ലളിതമല്ല എന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. 2001 അന്നത്തെ UP മുഖ്യമന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹമാണ് ആദ്യമായിട്ട് താജ് ഇന്റർനാഷണൽ ഏവിയേഷൻ ഹബ്ബ് എന്ന പേരിൽ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത് നടപ്പിലാക്കാനായിട്ട് 20 വർഷം എടുത്തു. എന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് GMR ഗ്രൂപ്പിന്റെ ഇടപെടൽ വരുന്നത്. 2006 ഡൽഹി എയർപോർട്ട് നടത്തുന്നതിനുള്ള കരാർ ലഭിച്ചത് GMR ഗ്രൂപ്പിനാണ്. ആ കരാറിൽ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതായത് റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്നുണ്ടായിരുന്നു. ഡൽഹി എയർപോർട്ടിന്റെ 150 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അത് നടത്താനുള്ള ആദ്യ അവകാശം GMRനായിരിക്കും. പുതിയൊരു എയർപോർട്ട് വന്നാൽ തങ്ങളുടെ ബിസിനസ് കുറയുമെന്ന് GMR ഭയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അവർ ഇതിനെതിരെ ലോബിയിങ് നടത്തി തുടങ്ങി. അങ്ങനെ വർഷങ്ങളോളം ഈ ഫയലുകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ വന്നു. ഒടുവിൽ 2014 കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പുതിയ സർക്കാരുകൾ വന്നതോടുകൂടി പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുകയാണ് ചെയ്തത്. 2018 അനുമതിയൊക്കെ ലഭിക്കുകയും 2021 നിർമ്മാണം തുടങ്ങുകയാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് എയർപോർട്ട് ഇന്റർനാഷണൽ AG എന്ന കമ്പനിയാണ് നിർമ്മാണ ചുമതല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ പലർക്കും ചില ചോദ്യങ്ങൾ വരും. ഇതൊക്കെ ഓക്കെ ആണോ, എല്ലാം പൂർണ്ണമായിട്ട് സെറ്റായോ എന്നൊക്കെ. ഇവിടെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ദുബായ് പോലൊരു നഗരം ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയിലെ നിർമ്മാണ വേഗത ഒരു വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ തുടർച്ചയായിട്ടൊരു കാലതാമസം ഇവിടെ വരുന്നുണ്ട്. 2024 സെപ്റ്റംബറിൽ ആദ്യഘട്ടം തീരുമെന്നായിരുന്നു വാഗ്ദാനം. പിന്നെ അത് 2025 ഏപ്രിലേക്ക് നീട്ടേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ വീണ്ടും വൈകുമെന്ന് ഉറപ്പായ ഒരു അവസ്ഥയിൽ ഈ കാര്യങ്ങൾ പോയി. ഇതിന് കാരണം നിർമ്മാണ സാമഗ്രികൾ, ഉദാഹരണത്തിന് സ്റ്റീലിന്റെ ഒക്കെ ക്ഷാമം കൊണ്ട്, തൊഴിലാളികളുടെ ലഭ്യത കുറവ് കൊണ്ടൊക്കെ പതിവ് പോലെ പല പ്രശ്നങ്ങൾ വന്നതോടുകൂടി ഇത് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. ഇതിന്റെ പെനാൽറ്റി ആയിട്ട് ഈ കാലതാമസത്തിന്റെ കാരണങ്ങൾ കൊണ്ട് UP സർക്കാർ നിർമ്മാണ കമ്പനിക്ക് പ്രതിദിനം 1 ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതിനകം അത് 21 കോടി രൂപയോളം ആയി എന്നാണ് കാര്യം. ഇനി കണക്ടിവിറ്റി പ്രശ്നങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. എയർപോർട്ട് വന്നാലും അവിടെ എത്താനുള്ള മെട്രോ, റോഡ് സൗകര്യങ്ങൾ പലതും ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. കർഷകരുമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങളും ചിലയിടത്ത് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ തന്നെയാണ്. പക്ഷെ ദുബായിലൊക്കെ വെച്ച് നമ്മൾ കണക്കൂട്ടുമ്പോൾ അവർ പെട്ടെന്ന് ആക്കാറുണ്ട്. നമ്മൾ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നത് വെറും ഒരു വിമാനത്താവളമൊന്നുമല്ല. അത് ഉത്തർപ്രദേശിന്റെയും വടക്കേ ഇന്ത്യയുടെയും മുഖച്ഛായ മാറ്റാൻ പോകുന്ന അതിന് കെൽപ്പുള്ള ഒരു ഭീമൻ പദ്ധതി തന്നെയാണ്. ടൂറിസം, കാർഗോ, ഫിലിം സിറ്റി അങ്ങനെ തൊഴിലവസരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിൽ ജോലികൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടമായിട്ട് മാറും. പക്ഷെ ആ സ്വപ്നം യാഥാർത്ഥ്യമാവണമെങ്കിൽ ബ്യൂറോക്രസിയുടെയും കാലതാമസത്തിന്റെയും തടസ്സങ്ങളൊക്കെ നീക്കി കൃത്യസമയത്ത് പണികളൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട്. എയർപോർട്ട് വരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, അവിടേക്ക് എത്താനുള്ള റോഡുകളും റെയിലുകളും ഒക്കെ നമുക്ക് സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പോൾ 20 വർഷമായിട്ട് ഫയലുകളിൽ ഉറങ്ങിക്കിടന്ന ഈ പദ്ധതി വൈകിയാണെങ്കിലും ഇപ്പോൾ ചിറക് വിരിക്കുകയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് പൂർത്തീകരിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടത്തിൽ അതൊരു വലിയ നാഴികക്കല്ലായിരിക്കും എന്നത് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
UP ഇനി നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകുന്ന, നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉയർത്താൻ പോകുന്ന ഒരു സ്ഥലമായിട്ട് മാറാൻ പോവുകയാണോ? അതിൽ നമ്മുടെ ഗവൺമെന്റ് വഹിച്ചിട്ടുള്ള പ്രധാന പങ്കുകൾ ഏറ്റവും വലിയ കാര്യം തന്നെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.